നമസ്കാരം. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഭൂമിയെ എങ്ങനെ നിരപ്പാക്കിയെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ വീടിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ വിദഗ്ധരായ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റുകൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അർബൻ പ്ലാനിങ് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത ആളുകൾ, അവർ അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ധാരണയും പരിശീലനമൊക്കെ ഉണ്ട്. ഞാനൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട് പറയാനായിട്ടാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭൂമിയുടെ കിടപ്പ്, നമ്മൾ ഒരറ്റത്ത് 29 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വീതി, ആവറേജ് വീതി. അതിൻ്റെ ഒരറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മുകൾ നിരയാണ്. വലിയ പൊക്കത്തിൽ മൂന്നാറും ആനമുടി തൊട്ട് താഴോട്ട് വരുന്ന സാധനം. മറ്റേ അറ്റത്തത് കുട്ടനാടാണ്, കടലിനേക്കാൾ താഴെ കിടക്കുന്ന സംഗതിയാണ്. കുട്ടനാടിനെ അതുകൊണ്ടാണ് കുട്ടനാടെന്ന് വിളിക്കുന്നത്. അത് സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് ആ സ്ഥലം. ലോകത്ത് ഇതേപോലെ വേറൊരു സ്ഥലമുള്ളത് ഹോളണ്ടാണ്, നെതർലാൻഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടനാടിനെ നമ്മൾ കുട്ടനാടെന്ന് തന്നെ വിളിക്കുന്നത്. കുട്ട പോലെ ഇരിക്കുന്ന ഒരു നാടാണ്, വെള്ളത്തിൻ്റെ ഒരു ബൗളാണ്. അപ്പോൾ ഈ വ്യത്യാസം ഇപ്പം ഇങ്ങനെയാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഭൂപ്രകൃതികൾ. ഇത് പലയിടത്തും സാധാരണ സ്ഥലങ്ങളിൽ ഈ ഒരു ചെരിവ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നഗരങ്ങളിലെ കുറേ ഭാഗങ്ങൾക്ക് നമ്മൾ നികത്തിയെടുത്തല്ലാതെ, ഇപ്പോൾ നികത്തിയെടുത്ത സ്ഥലം, ഇപ്പോൾ എൻ്റെ നാട് കോട്ടയാണ്. കോട്ടയം ടൗൺ എന്ന് പറയുന്നത് പല കുന്നുകളാണ്. ഞാൻ പണ്ടത് വഴി സൈക്കിൾ നടക്കുന്ന കാലത്ത് നമുക്കറിയാം, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ സൈക്കിൾ ഉന്തി കയറ്റണം, വീണ്ടും സൈക്കിൾ ഇറങ്ങി പോകണം. തിരുവനന്തപുരം ഇതുപോലെ തന്നെ 7-8 കുന്നുകളാണ്, അതിനിടയ്ക്ക് കുറച്ച് ലെവലായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീട് വെക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ റബ്ബർ തോട്ടം, നമ്മൾ ഈ കാണുന്ന റബ്ബർ തോട്ടങ്ങളെല്ലാം തട്ടുകളായിട്ടാണ് പലയിടത്തും റബ്ബർ തോട്ടവും തെങ്ങും തോട്ടവും ഒക്കെ നിൽക്കുന്നത്. അതിനൊരു കാരണം കുന്നിൻ ചെരുവുകളിൽ ഈ റബ്ബർ വെക്കുമ്പോൾ കുന്നിൻ ചെരുവിനെ പല തട്ടായിട്ട് തിരിക്കുകയും അവിടെ റബ്ബർ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിനിടയ്ക്ക് ഒരു വീട് വെക്കുകയാണെങ്കിൽ ചെയ്യുന്ന ഈ ചെരിവാക്കിയ സാധനത്തിനെ, തട്ടാക്കിയ സാധനത്തിനെ നിരപ്പാക്കാൻ നോക്കും. ഫലത്തിൽ ഭൂമിയെ ലെവലാക്കും. ഈ മണ്ണെടുത്ത് വേറെ ഒരു സ്ഥലത്ത് നിറയ്ക്കും. അപ്പോൾ ഭൂമി ലെവലാകും. താഴത്തെ കുഴിയിൽ നിന്ന് നിൽക്കും, മുകളിലത്തെ കുന്ന് ലെവലാകുകയും ചെയ്യും. പക്ഷേ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുവിലൂടെ ഒഴുകുന്ന വെള്ളം കുന്നിൻ്റെ പല ഭാഗത്ത് ശേഖരിക്കപ്പെടുന്നു. ആ വെള്ളം താഴെയുള്ള കിണറ്റിൽ കിട്ടുന്നു, അല്ലെങ്കിൽ കുളത്തിൽ കിട്ടുന്നു, അല്ലെങ്കിൽ ആറ്റിലേക്ക് വരുന്നു, ഉറവകളായിട്ട് വരുന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് താറുമാറാകുകയാണ്. ഇതെല്ലാം ചെയ്യാൻ കാരണം നമ്മൾ വീട് വെക്കുമ്പോൾ ആ സ്ഥലം വൃത്തിയായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ വീട് നമുക്കല്ലാതെ വെക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം ഞങ്ങളിവിടെ നടത്തി. ഇത് അപ്പോൾ ഒരു 4-5 സെൻറ്റ് സ്ഥലമാണ് ആകെയുള്ള. മറ്റേ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു കോർണറിൽ ഒരു 5 സെൻറ്റ് സ്ഥലത്തിന് ഈ ഒരു പരീക്ഷണം നടത്തിയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പുറകിൽ കാണാവുന്നത് പോലെ നല്ല പൊക്കത്തിലാണ്. അവിടെ നിന്ന് താഴോട്ട് വരികയാണ്. ഞാനിരിക്കുന്ന സ്ഥലം വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 6 അടി വ്യത്യാസം വരുന്നുണ്ട് ഏറ്റവും മുകളുമായിട്ട്. അത്രയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ താഴെ വരുമ്പോഴത്തേക്ക് 8 അടി വരും. ഇതിൻ്റെയും താഴെ വീണ്ടും ഒരു 5 അടി താഴെയാണ്. അതിനും താഴെ വേറൊരു തട്ടാണ്. ഇങ്ങനെ പല തട്ടുകളായിട്ട് താഴോട്ട് പോവുകയാണ്. ഇത് കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള പറമ്പ്, ഈ റബ്ബർ തോട്ടം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാവും. ഇങ്ങനെ കിടക്കുന്ന ഒരു പറമ്പാണ്. അപ്പോൾ ഈ പറമ്പിനെ നമ്മൾ ലെവലാക്കി കഴിഞ്ഞാൽ ഈ മണ്ണെല്ലാം എവിടെയെങ്കിലും കൊണ്ട് താഴെയിട്ട് നികത്തി കഴിഞ്ഞാൽ താഴും പൊങ്ങും. ഇതെല്ലാം കൂടെ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം കിട്ടും. പക്ഷേ അങ്ങനെ കിട്ടുന്നതാണോ അതോ ഇതിനെ ഇങ്ങനെ തന്നെ നിർത്തുകയാണോ അതിൻ്റെ ഭംഗി എന്നുള്ളത് ഓരോരുത്തരുടെയും ചോയ്സാണ്. എനിക്കിതാണെന്ന് തോന്നുന്നു, നിങ്ങൾക്കിതാണെന്ന് തോന്നണമെന്നില്ല. വേറൊരാൾക്ക് ഇത് രണ്ടും അല്ലാതെ വേറെ രീതി തോന്നിയേക്കാം. ഈ രീതി താല്പര്യമുള്ള ആൾക്കായിട്ട് ഞങ്ങളിവിടെ ചെയ്ത ഒന്ന് കാണിക്കുകയാണ്. ഇത് നമ്മുടെ വില കുറഞ്ഞ ഓടാണ്. ഈ ഓട് കെട്ടിടം പണി കഴിഞ്ഞിട്ട് പൊളിച്ച ഓടുകളാണ്. അതായത് പഴയ കെട്ടിട വീടിൻ്റെ ഓട് പൊളിച്ചിട്ട് അവരിത് എങ്ങനെയെങ്കിലും കളയാനായിട്ട് റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന സാധനമാണ് നമ്മൾ ഈ എടുത്തുകൊണ്ട് വരുന്നത്. ഇതിനെ കൊണ്ടുവന്ന് ഇതിനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബെൽറ്റ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിൻ്റെ പണിയും കഴിയും, ഇതിന് വലിയ ചിലവും വരുന്നില്ല. ഇതൊട്ട് വെള്ളം കൂടുതൽ വന്നാൽ ഇതിനടുക്കൂടെ ഒഴുകി താഴോട്ടേക്ക് പോരും. അല്ലാതെ വെള്ളം അവിടെ പിടിച്ച് നിർത്തി മണ്ണ് തള്ളിപ്പോവുമോ, അപ്പോൾ അത്ര ബലമൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളുണ്ട്. ഉറുമ്പൊക്കെ അതിനകത്ത് കയറി സ്വസ്ഥമായിട്ട് ജീവിച്ചോളും. നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇത് താഴോട്ട് വരികയാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു ഇത്തരം ചെരിഞ്ഞ സ്ഥലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓട് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ അവിടെ നമ്മൾ കാട്ടുകല്ലെന്ന് പറയുന്ന നമ്മുടെ ഈ പറമ്പ് കളയ്ക്കുമ്പോഴൊക്കെ കിട്ടുന്ന കല്ലുകൾ, ഇതിൻ്റെയൊക്കെ ബേസ്മെൻറ്റായിട്ട് കൊടുത്തിരുന്ന ആ കല്ലുകളാണ്. അല്ല വേറെ പ്രത്യേകിച്ച് നമ്മൾ കല്ല് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ കല്ലുകളൊക്കെ വെച്ച് അടുക്കി അതിൻ്റെ മുകളിൽ ചെറിയൊരു ബെൽറ്റ് വാർത്ത് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ ഈ ഓരോ തട്ടിലും എന്നിട്ട് നമ്മൾ ആ ചെരിവനുസരിച്ച് അതിൻ്റെ സൈഡിൽ നമ്മൾ പൂച്ചെടികളും ഒക്കെ നട്ടുപിടിക്കും. ഇവിടെ തന്നെ ചെറിയ ചെറിയ 2-3 മിയാവാക്കി വനങ്ങൾ ഇപ്പോൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മിയാവാക്കി വനങ്ങൾ കഴിഞ്ഞാൽ താഴത്തെ ഭാഗത്തെ നമ്മളൊരു വീട് വെക്കാനുള്ളൊരു 250, ഒരു 400 സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെ കിട്ടി. അതിലൊരു 200-250 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് വെച്ചു. അതിൻ്റെ താഴെ വീണ്ടും മിയാവാക്കി തന്നെ വെച്ചു. അപ്പോൾ ഫലത്തിൽ സംഭവിച്ച് ഇതിൻ്റെ 3 വശത്തും മിയാവാക്കിയും ചെടിയും മരങ്ങളുമായിട്ടാണ് വന്നത്. വീടിൻ്റെ മുകളിൽ ഇത് തന്നെയാണ്. അപ്പോൾ വീടിനെക്കുറിച്ച് കൂടുതൽ അടുത്ത തവണ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ നമ്മൾ ലെവലാക്കാൻ പോകണോ അതോ തട്ടുകളെ അങ്ങനെ തന്നെ നിലനിർത്തണോ എന്നുള്ളതാണ്. ഈ തട്ടുകളെ നിലനിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് ഭംഗിയായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പ്രയോജനം പ്രധാനമായിട്ട് നമ്മൾ ഭൂമിക്ക് വലിയ ഡാമേജൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്.